ഹായ് ഗൈസ്, മെക്കാനിക് ടോക്ക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളോട് ഒന്ന് പറയാൻ പോകുന്നത് ഒരു എറ്റിയോസ് ലിവർ ഡീസൽ 1.4 നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. 1364 cc ആണ് എഞ്ചിൻ, 1.4 എന്ന് പറയും. അപ്പോൾ ഡീസലാണ്. അത് എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓടി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്രാങ്ക് ആവും, സ്റ്റാർട്ട് ആവില്ല. അങ്ങനത്തെ പ്രശ്നമായിട്ടാണ് ആ വണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. കുറച്ച് വർക്ക്ഷോപ്പുകളിലൊക്കെ അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എന്തൊക്കെ പറഞ്ഞ് അവർ പമ്പ് മാറ്റണം, നോസിൽ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഉള്ളൊരു വിഷയമാണത്. അപ്പോൾ നമ്മൾ അത് ഒരു യൂട്യൂബ് ചാനൽ കണ്ടോ തോന്നുന്നു. അവർ നമ്മളെ അന്വേഷിച്ച് വന്ന് ഞാൻ ആ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ആ വണ്ടി ജസ്റ്റ് ഒന്ന് നോക്കാം, സ്കാൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആ സ്കാൻ ചെയ്യാൻ വേണ്ട സ്കാനിങ്ങിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം 18ഓളം ഫാൾട്ട് കോഡുകളാണ് ഇതിനകത്ത് കണ്ടത്. ഇത്രയും ഫാൾട്ട് കോഡുകൾ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇഗ്നേഷൻ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ സെൻസേഴ്സുകളൊക്കെ വയറുകളൊക്കെ അഴിച്ചിട്ടുണ്ട് അറിയാതെ. എന്നിട്ട് റീകണക്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഒരു ഫാൾട്ട് കോഡ്. അങ്ങനെ ഏകദേശം 18ഓളം കോഡുകളാണ് ഇതിന് ഫാൾട്ട് കോഡ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അതിൽ ഒരു 2 ഫാൾട്ട് കോഡ് ഒഴികെ ബാക്കി എല്ലാ സാധനം DTCയിലൂടെ ക്യാൻസൽ ചെയ്തു. ബാക്കി 2 എണ്ണം അവിടെ അവശേഷിച്ചു. അവശേഷിച്ച് 2 എറർ കോഡ് ഉണ്ടല്ലോ, ഫാൾട്ട് കോഡ്, അത് നമ്മൾ മാനുവലായിട്ടാണ് ശരിയാക്കി. അപ്പോൾ നമ്മളത് ഇതിൻ്റെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയെന്ന് വെച്ചാൽ പമ്പും ECUവും തമ്മിലുള്ള കൺട്രോൾ മൊഡ്യൂളിൽ ഒരു എറർ വന്നതാണ് സംഭവം. അപ്പോൾ അത് ആ എറർ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ബാറ്ററി ചേഞ്ച് ചെയ്യുമ്പോൾ ആദ്യം ഈ എർത്ത് ആദ്യം അഴിച്ചു വെച്ച ശേഷം ഇത് അഴിക്കാൻ പാടുള്ളൂ. ഇതിന് പകരം അവർ എന്തോ ഒരു മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ട്. അത് ഇതിന് സ്കാൻ റിപ്പോർട്ടിൽ കാണുന്നുണ്ട്. അപ്പോൾ അതും ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രശ്നങ്ങളൊക്കെ നമ്മളിവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ടിൽ നിന്ന് കാണിച്ചു തരാം. പിന്നെ അതിന് പുറമെ നമ്മൾ ബ്രേക്ക് ഓയിൽ നോക്കുമ്പോൾ കണ്ടോ, ഇതിലാകെ കണ്ടോ കറുപ്പ് കളറിൽ കാർബണാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് ഓയിലൊന്നും അങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ക്ലച്ചും ബ്രേക്ക് സിലിണ്ടറും എല്ലാം തുരുമ്പ് പിടിച്ച് പോകും. ABS ഉള്ള വണ്ടിയല്ല അത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. സ്റ്റാർട്ട് ആയിരുന്നില്ല വണ്ടി. ന്യൂട്രാക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല. വണ്ടി സ്മൂത്തായി എറർ കോഡുകളെല്ലാം വായിച്ചു. വേറെ പ്രശ്നങ്ങളൊന്നും ഇത് കാണുന്നില്ല. 2 സർക്കിൾ സ്റ്റാർട്ടിങ് വെച്ച് നോക്കിയാണ്, അത് പ്രശ്നങ്ങളൊന്നും കാണാനില്ല. വണ്ടിയുടെ ഈ പണി നമ്മളിവിടെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. മെക്കാനിക് ടോക്സിൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.